നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടയ്ക്കയ്ക്ക് വൻ ഡിമാൻഡ്. അടയ്ക്ക പിടിച്ച് കേരളം. തോട്ട വിസ്തൃതി കുറഞ്ഞെങ്കിലും ഉൽപ്പാദനത്തിൽ വർധനവ്. പുതുവർഷം വില കൂടും. അടയ്ക്ക കർഷകർക്ക് പ്രതീക്ഷയുടെ പുതുവർഷം. സംസ്ഥാനത്തെ കമുക് തോട്ടങ്ങളുടെ വിസ്തൃതിയിൽ കുറവുണ്ടായെങ്കിലും ഉൽപ്പാദനത്തിൽ വർധനവ് ഉണ്ടായതായി ഡയറക്ടറേറ്റ് ഓഫ് അരിക്കനട്ട് ആൻഡ് സ്പൈസസ് ഡെവലപ്മെൻറ്റിൻ്റെ കണക്കുകൾ. രോഗബാധയും വെല്ലുവിളിയും ഉയർത്തുന്ന സാഹചര്യത്തിലും ഉൽപ്പാദനം മെച്ചപ്പെട്ടതായാണ് സൂചന. വിലയിലും വർധനവ് ഉണ്ടായി. മുൻവർഷത്തെ അപേക്ഷിച്ച് കേരളത്തിൽ 331 ഹെക്ടർ കമുക് കൃഷിയാണ് കുറഞ്ഞത്. എന്നാൽ 1534 ടണ്ണിൻ്റെ ഉൽപ്പാദന വർധനവ് ഉണ്ടായി. അടയ്ക്ക ഇറക്കുമതിയിലും കാര്യമായ വർധനവുണ്ടായി. 2023-24 വർഷത്തേക്കാൾ 2793 ടൺ കൂടുതൽ അടയ്ക്കയാണ് രാജ്യത്ത് ഈ വർഷം ഇറക്കുമതി ചെയ്തത്. ആകെ 1208 കോടി രൂപയുടെ ഇറക്കുമതി ഉണ്ടായി. എങ്കിലും രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 3% മാത്രമാണ് ഇറക്കുമതി. അടയ്ക്കയുടെ താരിഫ് മൂല്യം മെട്രിക് ടണ്ണിൽ $7,679 നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇത് ഇറക്കുമതി നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇറക്കുമതി കൂടുന്നുണ്ടെങ്കിലും പ്രാദേശിക അടയ്ക്കയുടെ ഡിമാൻഡ് നിലനിൽക്കുന്നത് കർഷകർക്ക് ഗുണകരമാണ്. 4 വർഷമായി കിലോഗ്രാമിന് 400 രൂപയാണ് ശരാശരി വില. 2026 വില കൂടാനാണ് സാധ്യതയെന്ന് ചാലിശ്ശേരി പഴയ അടയ്ക്ക മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നു. രോഗബാധയും വെല്ലുവിളികളും. മഹാളി, മഞ്ഞളിപ്പ്, ഇലപ്പുള്ളി രോഗം എന്നിവയാണ് കമുക് കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. കാസർഗോഡ് ജില്ലയിൽ ഇലപ്പുള്ളി രോഗം മൂലം 5 മുതൽ 20% വരെ വിളനഷ്ടം ഉണ്ടായെന്ന് പരിശോധനയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ 948 ഹെക്ടർ കൃഷിയെ ഇത് ബാധിച്ചിട്ടുണ്ട്. കണക്കുകൾ. തോട്ടങ്ങളുടെ വിസ്തൃതി, ഉൽപ്പാദനം, ഇറക്കുമതി. 2022-23 94,553 ഹെക്ടറും 98,527 ടൺ ഉൽപ്പാദനവും ഉണ്ടായിരുന്നു. 2023-24 96,113 ഹെക്ടറും 1,03,985 ടൺ ഉൽപ്പാദനവും 39,443 ടൺ ഇറക്കുമതിയുമായിരുന്നു. 2024-25 95,782 ഹെക്ടറും 1,05,519 ടൺ ഉൽപ്പാദനവും 42,236 ടൺ ഇറക്കുമതിയുമായിരുന്നു. അപ്പോൾ അടയ്ക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഈ വർഷവും വില വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.